കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അമരാവതിയിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ അച്ഛന് അഭിനന്ദനങ്ങൾ. നിന്റെ ഈ ചിരിക്ക് പിന്നിൽ ഒരു ചതിയൻ ചെന്നായി ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് നിന്റെ അനുഗ്രഹവും ആശംസയൊന്നും ആവശ്യമില്ല. എന്താ ഇത് ഡി കെ സർ? ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഇങ്ങനെയൊന്നും ക്ഷോഭിക്കാൻ പാടില്ല. ഒരു വീട്ടിലൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്നറിഞ്ഞാൽ അമ്മയ്ക്കും കുഞ്ഞിനും സമ്മാനങ്ങളും ഒക്കെ ആയിട്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ വരില്ലേ? ഒരു സ്ത്രീ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാന്ന് പറഞ്ഞാൽ അതിൽ പരം പുണ്യം വേറെ എന്തുണ്ട് സർ? ആ സൗഭാഗ്യത്തിന് ജ്യോതിമയെ അനുമോദിക്കാൻ വന്നല്ലേ ഞാൻ. മധുരം പുരട്ടി നിന്റെ വാക്കുകളിലെ കൊടും വിഷം എത്ര വലുതാണെന്ന് എനിക്കറിയാം. ഇനി ഒരിക്കൽ കൂടി നീ ആ പടി ചവിട്ടരുത്. ഗർഭിണിയായ പെണ്ണിന് കൂട്ടുകാരും ബന്ധുക്കളും അടുപ്പമുള്ളവരും നൽകുന്ന സമ്മാനങ്ങളും പലഹാരങ്ങളും ഞങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കും. പക്ഷേ നീ ഇതിൽ ഏത് വകുപ്പിൽ പെടും? ശത്രു തരുന്നത് മധുരമായാലും അത് വിഷമായി തന്നെ കരുതണമെന്ന പഴമൊഴി. എന്നാ പിടിച്ചോ നിന്റെ. നേരത്തെ നോക്കിട്ട് കണ്ടല്ലേ ഇപ്പൊ അവിടെ പോയി. എന്താ ഇത് മനസ്സിലായില്ലേ? ഇതാണ് പ്രഗ്നൻസി കിറ്റ്. ഇതിലെ യൂറിൻ ടെസ്റ്റ് ചെയ്ത് 2 പിങ്ക് ലൈൻ വന്നാ നിന്റെ പ്രഗ്നൻസി കൺഫേം. ഇല്ലെങ്കിൽ സംഗതി പൊളിയും. ഇതൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി നടത്തിക്കോളാം. എനിക്കിപ്പോ ഇതിന്റെ ഒരാവശ്യമില്ല. ഉണ്ടല്ലോ, ഞങ്ങൾ ഡി കെയോട് ആലോചിച്ചിട്ട് തന്നെയാ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തേ. എന്താ സംശയമുണ്ടോ? ഹോസ്പിറ്റലിൽ പോവാൻ ഇതുവരെ നീ തയ്യാറായിരുന്നില്ലല്ലോ. അതുകൊണ്ട് ഡി കെയുടെയും കൂടി ആവശ്യമാണ് ഇത്. വേണ്ട വേണ്ട വേണ്ട, ഇതൊന്നും വേണ്ട, ഒന്നും ശരിയാവില്ല. ഒട്ടും ശരിയാവില്ല. ജ്യോതി, എന്തിനിങ്ങനെ വാശി പിടിക്കുന്നത്? വേണ്ട. ഇത് സാധാരണ പ്രഗ്നൻസി ഉണ്ടോന്ന് ഡൗട്ട് ഉള്ളപ്പോ എല്ലാ സ്ത്രീകളും യൂസ് ചെയ്യുന്നല്ലേ. അതിന് എനിക്ക് സംശയം ഉണ്ടെങ്കിലല്ലേ. എനിക്ക് സംശയം ഇല്ലല്ലോ. നിനക്ക് മാത്രം സംശയമില്ലാതെ ഉള്ളൂ. നിന്റെ ഭർത്താവ് അടക്കം ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല സംശയമുണ്ട്. താരെ, സമയം കളയണ്ട, നീ ആ വാതിലങ്ങ് അടച്ചേക്ക്. അയ്യേ, എന്തോ കാണിക്കുന്നേ? നിങ്ങക്ക് നാണോമാനുണ്ടോ? പുറത്തിറങ്ങി എല്ലാം പുറത്തിറങ്ങി. ഓ പിന്നെ
ടെസ്റ്റ് ചെയ്തിട്ടേ ഞങ്ങള് പോകൂ. ജ്യോതി എന്തിനാ ഇങ്ങനെ തടസ്സം പറയുന്നത്? ദേ ഇതങ്ങ് ചെയ്താ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. മായച്ചി അതങ്ങ് കൊടുത്തേ, ജ്യോതി നോക്കൂ. താ. അത് വേണ്ട, ഞങ്ങളും കൂടി ഇവിടെ നിൽക്കും. നല്ല ആളാ ഇത്. താരെ ആ ഡോറൊന്ന് ക്ലോസ് ചെയ്തേ. അയ്യേ, എന്തുവാ ഇത്? വേണ്ട വേണ്ട വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട. വാതിലടയ്ക്കാൻ ഞാൻ സമ്മതിക്കില്ല. പിന്നെ നിങ്ങൾക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ശരി, ഞാൻ ടെസ്റ്റ് ചെയ്തേക്കാം. പക്ഷേ നിങ്ങൾ എല്ലാവരും പുറത്തു പോയേക്കണം. ഞാൻ തനിയെ ടെസ്റ്റ് ചെയ്യും. ദേ അങ്ങ് അങ്ങോട്ട് ഇനി പോയാ എല്ലാരും പോയ എല്ലാരും പുറത്തു പോയേ. ചെല്ലി, ഞാൻ ടെസ്റ്റ് ചെയ്യാം. കടന്നു പോവാൻ അങ്ങനെയൊന്നും പറ്റത്തില്ല. ഇപ്പൊ ഞങ്ങളും ഇവിടെ നിൽക്കും. ഞങ്ങൾക്ക് പോവാൻ പറ്റില്ല. എന്നാ പിന്നെ ഇന്ന് ടെസ്റ്റ് നടക്കൂന്ന് നിങ്ങൾ കരുതണ്ട. ഞാൻ ടെസ്റ്റ് ചെയ്യണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പോണം. വേണമെങ്കിൽ മതി, എനിക്ക് നിർബന്ധമൊന്നുമില്ല. അതെ, ഞങ്ങള് പുറത്ത് തന്നെ കാണും. പെട്ടെന്ന് വേണം. ഓ പാടി. ഹലോ. അല്ല ഇനി നിന്നോട് ഞാൻ പ്രത്യേകം പറയണോ? ഒന്ന് പോടി, ഒന്ന് ഇറങ്ങി പോവാൻ. അല്ല ഞാൻ പോയി അങ്ങോട്ട് അല്ലേ. അയ്യോ ഈശ്വരോ, അയ്യോ ഇനി എന്ത് ചെയ്യോ എന്തോ. മായച്ചി, ഇവളിനി ഇതിനകത്ത് വല്ല കള്ളത്തരവും കാണിക്കോ? ചേടാ, എന്ത് കള്ളത്തരം? അതിലെങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് അറിയില്ലേ? യൂറിൻ ഒന്ന് ടച്ച് ആയാൽ മതി. പോസിറ്റീവ് ആണെങ്കിൽ 2 വര, അല്ലെങ്കിൽ 1 വര. വേറൊന്നും അതിൽ നടക്കില്ല. യെസ് ഓർ നോ, അത്രേ ഉള്ളൂ. പിന്നെ നോ മാൽ പ്രാക്ടീസാ. അതൊക്കെ നമുക്കും അറിയാം. എന്തായാലും ഇപ്പൊ തന്നെ അറിയാലോ. എന്റെ മായച്ചി, റിസൾട്ട് നെഗറ്റീവ് എങ്ങനും ആണെങ്കിൽ അങ്ങനെ എങ്ങനെ സംഭവിച്ചാ പിന്നെ ഈ അമരാവതിയിൽ ജ്യോതി ഉണ്ടാവില്ല. ആ കാര്യം അമ്മയും DKയും ഭംഗിയായി കൈകാര്യം ചെയ്തോളും. ആവശ്യമില്ലാത്തത് പറയല്ലേ, ദൈവദോഷം കിട്ടും. രണ്ട് പിങ്ക് ലൈൻ, അതില്ലെങ്കിൽ പണി പാളും. എന്റെ കണ്ണാ, കള്ളിപ്പൊളിയും. ഈ പുറത്ത് നിൽക്കുന്നവളുമാരും മറ്റുള്ളവർ കൂടി എന്നെ പഞ്ഞിക്കിടും. എന്റെ പൊന്നു കണ്ണാ, നീ തന്നെ ഒരു വഴി പറഞ്ഞതാ. എല്ലാരും എന്താ ഇവിടെ? അല്ല ജ്യോതി, ടെസ്റ്റ് എടുത്ത് നോക്കാം. ടെസ്റ്റ് എടുത്ത് നോക്കാം. എന്റെ ഓരോ ബുദ്ധിയെ. അവളുമാർക്ക് 2 പിങ്ക് വരെ വേണം അല്ലേ? കാണിച്ചു കൊടുക്കാം. നോക്ക് മായിച്ചി. എവിടെ നോക്കട്ടെ? നിങ്ങൾ എന്തായി കാണിക്കുന്നേ? എവിടെ നോക്കട്ടെ? അമ്മേ, ദേ ഇപ്പൊ സമാധാനായാലും 2 പേർക്കും. ദേ 2 പിങ്ക് ലൈൻ ഉണ്ട്.
ഇപ്പൊ ഉറപ്പായില്ലേ ജ്യോതി പ്രഗ്നന്റ് ആണെന്ന്? അപ്പൊ ജ്യോതി പറഞ്ഞത് നിങ്ങൾ തീരെ അങ്ങ് വിശ്വസിച്ചില്ല അല്ലേ? ഇപ്പൊ എന്തായി? ഇപ്പൊ വിശ്വാസമായോ? അതെ, നിങ്ങൾ എന്താ ഇവളെ പറ്റി വിചാരിച്ചേ? വിളിച്ചതിക്കുന്നോ അതോ കള്ളം പറയുന്നോ? മൈ ലിറ്റിൽ ഗൺ ഗ്രേറ്റ് ആണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓ, നിങ്ങളെപ്പോലെ ഒന്നും അല്ല ജ്യോതി. അവളെ സത്യം മാത്രമേ പറയൂ. മനസ്സിലായോ? യു ഗോ. പോടി. ഇനി ഒറ്റ എണ്ണത്തിലെ കൺമുമ്പ് കണ്ടുപോരുത്. ഓ, അമ്മ, ഇത് മായേച്ചിയും താരേച്ചിയും ചേർന്ന് നടത്തിയ പ്ലാനാ. എന്തായാലും അതുകൊണ്ട് ഗുണമുണ്ടായി. ജ്യോതി ഗർഭിണിയാണെന്നുള്ള കാര്യം കൺഫേം ആയി. ബേട്ടി, നിനക്ക് വിഷമായോ? ഇല്ലമ്മേ, അവരുടെ സംശയമൊക്കെ തീർന്നല്ലോ. എനിക്കത് മതി. പക്ഷേ എന്റെ മനസ്സിൽ ടെൻഷൻ കൂടി വരുമെന്ന് അമ്മയ്ക്ക് അറിയില്ലല്ലോ. മോളെ, ഇവരെല്ലാം കൂടി ഇങ്ങനെ പറഞ്ഞപ്പോഴേ അമ്മയ്ക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ അത് മാറി. ഓ, നീ ടെൻഷൻ ഇല്ലാതെ ഉറങ്ങാമല്ലോ. മോള് വന്നേ, അമ്മ ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്. അമ്മ ചെല്ല, ഞാനിപ്പോ വരാം. ഓക്കെ. ആയിരം പേർക്കല്ലേ ഫുഡ് ചെയ്യേണ്ടത്? അതെ, 1000 പേര് ഞങ്ങൾ റിസപ്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. VIP ഒരുപാട് വരുന്ന ഫംഗ്ഷനാ. സൂക്ഷിച്ചു വേണം എല്ലാം ചെയ്യാൻ. അതൊന്നും നിങ്ങൾ പേടിക്കണ്ട. ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്നവരല്ല ഞങ്ങൾ. DK റെസ്റ്റോറന്റിനെ കുറിച്ച് ഇതുവരെ നിങ്ങൾക്കറിയില്ല. അറിയാം, എന്നാലും ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. പാർട്ടി ടൈം എങ്ങനെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്? ഈവനിങ് 5:30 to 11:30. ഓക്കെ. ആ പർട്ടിക്കുലർ ഡേറ്റിൽ ഞങ്ങൾക്ക് വേറെയും കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. DK കുറിച്ചും നിങ്ങളുടെ റെസ്റ്റോറന്റിനെ കുറിച്ചും ധാരാളം കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓർഡർ ഇവിടെ തന്നെ തരാൻ തീരുമാനിച്ചത്. അപ്പൊ ശരി, എല്ലാം പറഞ്ഞ പോലെ. വരൂ സർ, ശരി. നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞിരുന്ന രമേശ്. കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ലേ? എല്ലാം പറഞ്ഞിട്ടുണ്ട്. മൂർത്തി സാർ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ എന്താ ഒരു സംശയം? എടോ, തനിക്ക് പറ്റിയില്ലെങ്കിൽ താൻ വിട്ടേക്ക്, ഞങ്ങൾ വേറെ ആളെ നോക്കിക്കോളാം. അങ്ങനെയല്ല സാർ, ഇന്ന് വരെ DK റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു കംപ്ലൈൻറ്റും ഉണ്ടായിട്ടില്ല. കൃത്യമായിട്ട് ക്വാളിറ്റി ചെക്ക് ചെയ്താണ് അവർ ഫുഡ് സപ്ലൈ ചെയ്തിട്ടുള്ളത്. അത് ശരിയാ. DK റെസ്റ്റോറന്റിന്റെ ക്രെഡിബിലിറ്റി അത്ര പെട്ടെന്നൊന്നും തകർക്കാൻ പറ്റുന്നതല്ല. ആ വിശ്വാസ്യത, അതാണ് തകർക്കേണ്ടത്. DK റെസ്റ്റോറന്റ് എന്ന അവന്റെ പേരും പെരുമയും എല്ലാം ഇല്ലാതാവണം. മൂർത്തി സാർ പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാം. പക്ഷേ എന്നെ രക്ഷിക്കുമെന്ന് ഉറപ്പ് തരണം. സംശയിക്കണ്ട, തന്നെ രക്ഷിച്ചിരിക്കും. അല്ല, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. താൻ പേടിക്കണ്ടോ, ഞങ്ങളുണ്ട് കൂടെ. എടോ, താൻ ആവശ്യപ്പെട്ട അത്രയും പണമുണ്ട്, വാങ്ങിച്ചോ. അതിനെ ഇതിന്റെ പേരിൽ തനിക്ക് ഒരു കുഴപ്പവും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. DK റെസ്റ്റോറന്റിൽ നിന്ന് ഫുഡ് സപ്ലൈ ചെയ്താലും ഫംഗ്ഷൻ കഴിയുന്നതുവരെ ഫുഡ് കോർട്ടിനടുത്ത് DKയുടെ സ്റ്റാഫ് ഉണ്ടാവും. പാർട്ടി നടത്തുന്നതിനിടയിൽ ആ സ്റ്റാഫിനെ അവിടെ നിന്ന് മാറ്റിയാൽ പോരെ മൂർത്തി? DK റെസ്റ്റോറന്റിന്റെ രീതി നിങ്ങൾക്കറിയാഞ്ഞിട്ടാ. DK ചട്ടം പഠിപ്പിച്ച സ്റ്റാഫിന്റെ ശ്രദ്ധ മാറ്റുന്നത് ശ്രമകരമാണ്. അവസാനത്തെ ആളും ഭക്ഷണം കഴിച്ചു പോകാതെ അവരവിടെ നിന്നും മാറില്ല. ഞാനൊരു പ്ലാൻ പറയാം. പാർട്ടി തുടങ്ങി ആദ്യത്തെ അരമണിക്കൂർ ഒരു കുഴപ്പവും സംഭവിക്കരുത്. അത് കഴിയുമ്പോൾ നിങ്ങൾ ഏർപ്പെടുത്തുന്ന 2 പേർ പാർട്ടിക്കിടയിൽ വീഴണം, എന്തെങ്കിലും ബഹളം ഉണ്ടാക്കണം. അപ്പൊ ഫുഡ് കോർട്ടിൽ നിൽക്കുന്നവരുടെ ശ്രദ്ധ മാറും. ആ തിക്കിലും തിരക്കിലും ആരും ശ്രദ്ധിക്കാതെ മൂർത്തിയുടെ ആളുകൾ ഭക്ഷണത്തിൽ വിഷം കലർത്തിയിരിക്കണം. അപ്പോഴേക്കും താഴെ വീണവർക്ക് കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നും. വീണ്ടും പാർട്ടി തുടങ്ങും. പക്ഷേ ഒരു കുഴപ്പവുമില്ല എന്ന് കരുതിയിരിക്കുമ്പോൾ
വിഷബാധയേറ്റ ആളുകൾ നിരനിരയായി വീണിരിക്കണം, വീഴ്ത്തിയിരിക്കണം. ഒരിടത്തും തെറ്റ് പറ്റരുത്. ഇല്ല സർ, എല്ലാം ഞങ്ങൾ ചെയ്തോളാം. പത്രക്കാരും ചാനലുകാരും സോഷ്യൽ മീഡിയാസും എല്ലാവരും വരുന്ന ഫംഗ്ഷനായത്. മിനിസ്റ്റർ പങ്കെടുക്കുന്ന ഫംഗ്ഷൻ ആയതുകൊണ്ട് പോലീസും ഉണ്ടാവും. ആരെയും വിളിക്കാൻ നമ്മൾ ആരും പോണ്ട. രമേശിന് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായോ? മനസ്സിലായി സർ. എന്നാ പോയിക്കോ, ബാക്കിയൊക്കെ നമുക്ക് ഫോണിൽ സംസാരിക്കാം. ശരി. മൂർത്തി, ദാ ഇവനെ മാത്രം നമ്പി നിൽക്കരുത്. പക്ഷേ ഇവനെ വേണം മുമ്പിൽ നിർത്താൻ. അതിനിടയിലൂടെ മൂർത്തിയുടെ ആളുകൾ കാര്യങ്ങൾ നടത്തിയിരിക്കണം. ഞാൻ ഏറ്റു, ഒരു പിഴവും സംഭവിക്കില്ല. ഒരു മീഡിയ അറ്റാക്കിനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തവണ പിഴയ്ക്കരുത് മൂർത്തി. DK റെസ്റ്റോറന്റിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡിൽ ഭക്ഷ്യ വിഷബാധ, കുറച്ച് മരണങ്ങൾ. അത് മതി, അവിടെ തുടങ്ങും DKയുടെ തകർച്ച. DK ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ് സംഭവിച്ചേ പറ്റൂ. മോളെ ജ്യോതി, അയ്യോ എന്റെ ഈശ്വരാ, ഈ അമ്മ എന്നെ കൊലയ്ക്ക് കൊടുക്കും. അവളുമാരെ പറ്റിക്കാനായിട്ട് ഇവിടെ ഒന്ന് ഛർദ്ദിച്ചത്. അമ്മ ദേ ഇവിടെയും വരുന്നു. ബേട്ടി, എന്ത് പറ്റി മോളെ? വാട്ട് ഹാപ്പൻ? ബ്രേക്ക്ഫാസ്റ്റ് പിടിച്ചില്ലേ? അതറിയില്ല അമ്മേ. ചായ കുടിച്ചപ്പോ തൊട്ട് എനിക്കിങ്ങനെ ഓക്കാനും വന്നോണ്ടിരിക്കുവാ. പിന്നെ ശക്തി കൂടിയ ആൺകുട്ടിയാണെന്നാ പറയാറ്. അല്ലെങ്കിൽ ഇന്നത്തെ ടീക്ക് കുറച്ച് മിൽക്ക് കൂടുതലായിരുന്നു. അതായിരിക്കും റീസൺ അല്ലേ? നീ ഇങ്ങനെ ഒമിറ്റി എന്ന് കാണുമ്പോഴേ എന്റെ മനസ്സിലകത്തൊരു കുളിരാ ബേട്ടി, നിന്റെ വയറ്റിലുള്ള ബേബി ഓർത്തിട്ട്. ബേട്ടി, നീ ഡെലിവറി ചെയ്യുന്ന ആൺകുട്ടിയെ ഗുരുവായൂർ കൊണ്ടുപോയി വേണം നമുക്ക് ചോറൂണ് നടത്താൻ. നടന്നത് തന്നെ പുലിവാലായല്ലോ കണ്ണ. നല്ല കാലം വരപ്പോത്, നല്ല കാലം വരപ്പോത്, എല്ലാവർക്കും നല്ല കാലം വരപ്പോത്, നല്ല കാലം വരപ്പോതമ്മ. ഉള്ളിലുള്ളത് കണ്ണൻ, കാർവർണ്ണൻ, ഗോപാലകൃഷ്ണൻ. മതി മതി, നിങ്ങളെന്താ പേര് പറഞ്ഞ് കളിക്കാൻ വന്നതാ? அப்படிയൊന്നും சொல்லக்கூடாதம்மா. കാക്കാത്തി വെറും വാക്ക് சொல்ல மாட்டேன். കാക്കാത്തി ഉള്ളിലുള്ളതിനെ കുറിച്ച് 4 കാര്യം സത്യമാ சொல்லட்டுமா? വേണ്ട, നിങ്ങൾ വേഗം സ്ഥലം വിടാൻ നോക്കിയേ. അമ്മ ഇവരൊന്ന് പറഞ്ഞു വിടമ്മേ. മഹാലക്ഷ്മി മാതിരി ഒരു അമ്മ, ഈ വീട്ടിന്റെ റാണിയാണ് എന്റെ അമ്മ. നല്ല മനസ്സ്, കൈയറിഞ്ഞും മനസ്സറിഞ്ഞും ദാനം നൽകാൻ മനസ്സുള്ള ഒരമ്മ. കുറൂരമ്മയെ പോലെ ഉണ്ണിക്കണ്ണന് പ്രിയപ്പെട്ടവളാണ് എന്റെ അമ്മ. ഈ കൃഷ്ണഭക്തയുടെ ജന്മം പുണ്യജന്മം താൻ. ഓ മൈ ഗോഡ്, ഇതൊക്കെ എങ്ങനെ നിങ്ങൾക്കറിയാം? മനക്കണ്ണിലെല്ലാം അമ്മയുടെ കണ്ണൻ താൻ കാണിച്ചു തരുന്നത്. കൈ നോക്കി ചില സത്യങ്ങൾ ചൊല്ലട്ടുമാ? ഉള്ളിലുള്ള ഉണ്ണിക്കണ്ണനെ പറ്റി ചൊല്ലട്ടുമാ? അതെ, ഈ ജനിക്കുന്ന കുഞ്ഞ് ആണായിരിക്കോ പെണ്ണായിരിക്കോ? മണിവർണ്ണ സ്വാമി പറഞ്ഞത് ശരിയാണോന്ന് അറിയണമല്ലോ. ഹസ്തരേഖാശാസ്ത്രം സത്യമാണ്, തെറ്റില്ല. இந்த അമ്മാവോടെ കൈരേഖയിലുണ്ട് എല്ലാം. സംഭവിക്കാൻ പോകുന്നതെല്ലാം ശുഭം. ആനാ എന്റെ കണ്ണാ, അതൊക്കെ മുമ്പ് ഒരു അപകടം ഉണ്ടല്ലോ അമ്മ. അയ്യോ, കാരാഗ്രഹവാസം. കൃഷ്ണൻ ജനിച്ചത് കാരാഗ്രഹത്തിലാണല്ലോ. കുഞ്ഞിന്റെ അച്ഛനും അമ്മയ്ക്കും മരണം വരെ സംഭവിക്കാനുള്ള യോഗം ഇருக்கு. അല്ലെങ്കിൽ കാരാഗ്രഹവാസം. അതിന് എന്റെ ഉള്ളില് കുട്ടി ഉണ്ടെങ്കിലല്ലേ. ഇല്ലാത്ത കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും എന്ത് അപകടം വരാനാ? എന്തൊരു തമാശ.
ഒന്ന് വിശദമായിട്ട് പറയോ? അമ്മാ, കൃഷ്ണൻ ജനിച്ചത് കംസനെ കൊല്ലാനാണല്ലോ. ഈ കുഞ്ഞു കാരണം ഒരു മരണവും സംഭവിക്കാം. ശ്രീകൃഷ്ണന്റെ അംഗങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന സാക്ഷാൽ ഉണ്ണിക്കണ്ണന്റെ പുനരവതാരം പോലൊരു കുഞ്ഞാണ് ഈ മകളുടെ വയറ്റിൽ.